നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 1.5 കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡൽഹി മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലടക്കം സുരക്ഷാ പരിശോധന ശക്തമാക്കി. റെയിൽവേ പോലീസ്, RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നിന്ന് വിജ്ഞാപനം വന്നതോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ സമയക്രമത്തിന് മാറ്റം വരുമെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലാ പോലീസ് കായികമേള പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ കായികമേളയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 1.5 കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 1.5 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് കടത്തിയ 3 യുവാക്കൾ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. മണ്ണഞ്ചേരി കുമ്പളത്തുവെളി ബിനി റിയാസ്, എറണാകുളം കോതമംഗലം മമലാകണ്ഠം പുതിയ പൊടിയിൽ PS അപ്പു, തൃശൂർ താലൂർ കളപ്പുരയ്ക്കൽ KS അനന്തു എന്നിവരെയാണ് എക്സൈസ് സംഘം ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷന് സമീപത്തു നിന്നും പിടികൂടിയത്. ഇടപാടുകാർക്കായി എത്തിച്ച 2.5 കിലോ കഞ്ചാവ്, 1 കിലോ 200 ഗ്രാം ഹാഷിഷ് ഓയിൽ, 4 ഗ്രാം മെത്താഫിറ്റാമിൻ, 334 MDMA പില്ലുക അടക്കമാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. കൂടാതെ പ്രതികളിൽ നിന്നും 63,500 രൂപയും 5ഓളം മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. മൊബൈൽ നമ്പർ പിന്തുടർന്ന് പിടിക്കപ്പെടാതിരിക്കാൻ നൂതന മാർഗങ്ങളാണ് ഇവർ ഉപയോഗിച്ചതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന കണ്ണികളിൽപ്പെട്ടവരാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. വിൽപ്പനക്കാർ നാട്ടിലുള്ള ഏജന്റ് മുഖേന ആവശ്യക്കാരെ കണ്ടെത്തിയ ശേഷം ഡ്രോപ്പ് സിസ്റ്റം ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നത്. വെർച്വൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് എപ്പോഴും ഇടപാടുകൾ നടത്തിയിരുന്നതെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സൂചിപ്പിച്ചു. ആലപ്പുഴ KSRTC സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്ന് 3 പേരെ നമ്മൾ പിടികൂടുകയുണ്ടായി. ഇതിനകത്തായി 1 കിലോ 85 കിലോഗ്രാം ഹാഷിഷ് ഓയിലും 1.085 കിലോഗ്രാം 334 MDMA ടാബ്ലറ്റുകൾ, അത് മൊത്തത്തില് 122 ഗ്രാം MDMA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് ആണ്. ഇതാണ് ഇതിപ്പോ നമ്മൾ ആൾറെഡി സീൽ ചെയ്ത ഐറ്റമാണ് നിങ്ങളുടെ ഈ ഇരിക്കുന്നത്. ഈ സീൽഡ് ആയിട്ടുള്ള നമുക്ക് ആ തൊണ്ടി സാധനങ്ങൾ അവിടെ നിന്ന് നമുക്ക് സീൽ ചെയ്ത് വേണം എടുക്കേണ്ടത്. അതുപോലെ മെത്താംബിറ്റമിൻ, പിന്നെ അതുപോലെ ഹാഷിഷ് ഓയില്, ഇത് 1 കിലോ. ജില്ലയിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്രയും അളവിൽ മയക്കുമരുന്ന് പിടികൂടുന്നത്. ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R പ്രശാന്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ഷിബു P ബെഞ്ചമിൻ, CV വേണു, EK അനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വർഗീസ് പയസ്, ഗോപികൃഷ്ണൻ, AP അരുൺ, വിപിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ വർഗീസ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി മയക്കുമരുന്ന് വ്യാപകമായി കടത്തുന്ന ഇവരെ പിടികൂടാനായി എക്സൈസ് സംഘം പ്രത്യേക പരിശോധന നടത്തി വരുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ഡൽഹി മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലടക്കം സുരക്ഷാ പരിശോധന ശക്തമാക്കി റെയിൽവേ പോലീസ്. RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെ രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പാർക്കിംഗ് ഏരിയ അടക്കം പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തി. കേരള റെയിൽവേ പോലീസ്, RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം, പാർക്കിംഗ് ഏരിയ, ട്രെയിനുകൾ, വെയിറ്റിംഗ് റൂം, ലഗേജ് റൂം, യാത്രക്കാരുടെ ബാഗ് അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും GRPയും RPFും സംയുക്തമായിട്ട് ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടുകൂടി ചെക്കിംഗ് നടത്തി വരികയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചന ഉണ്ടായിട്ടല്ല, മറിച്ച് മുൻകരുതൽ എന്നുള്ള രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെയും റെയിൽവേ പോലീസ് മേധാവി ഷഹൻഷാ IPSന്റെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും നടത്തുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി
ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ശക്തമായ പരിശോധന നടത്തിയത്. കേരള റെയിൽവേ പോലീസ് HSO ബിജോയ് കുമാർ, RPF ഇൻസ്പെക്ടർ പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസിന്റെ സ്നിഫർ ഡോഗും ഡോഗ് സ്ക്വാഡും പരിശോധനയിൽ ആദ്യ അവസാനം പങ്കെടുത്തിരുന്നു. മയക്കുമരുന്നും നിരോധിത വസ്തുക്കളും അടക്കം കൊണ്ടുവരുന്നത് കണ്ടെത്തുന്നതിനും സ്ത്രീകളുടെ യാത്രാ സുരക്ഷിതത്വം, മറ്റു യാത്രക്കാരുടെ സുരക്ഷിത സഞ്ചാരവുമടക്കം ലക്ഷ്യമാക്കി റെയിൽവേ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ ദിവസം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ എന്ന വിജ്ഞാപനം വന്നതോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ സമയക്രമത്തിന് മാറ്റം വരുമെന്ന് അധികൃതർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്തുമസ് പരീക്ഷാ തീയതികൾക്ക് മാറ്റമുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഡിസംബർ 11 മുതലാണ് രണ്ടാം പാദ വാർഷിക പരീക്ഷകളെങ്കിലും ഡിസംബർ 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പും 13-ന് വോട്ടെണ്ണലും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡിസംബർ ആദ്യം മുതൽ തന്നെ പരീക്ഷ തുടങ്ങുവാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും എന്ന തരത്തിൽ 2 ഘട്ടമായി പരീക്ഷ നടത്തുവാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും പരീക്ഷ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും സ്കൂളുകളാണ്. അധ്യാപകർക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഡിസംബർ 5 കഴിഞ്ഞാൽ അവധി ദിനങ്ങളും 2 ഘട്ടമായുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞു മാത്രമേ പിന്നീട് പരീക്ഷ നടത്തുവാനാകൂ. ഡിസംബർ 20 മുതൽ 28 വരെയാണ് സ്കൂളുകൾക്ക് ക്രിസ്തുമസ് അവധി. ജില്ലാ പോലീസ് കായികമേള പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ കായികമേളയുടെ ഉദ്ഘാടനം നടത്തി. വിദ്യാഭ്യാസം കൊണ്ടും കായികക്ഷമത കൊണ്ടും അന്വേഷണ മികവ് കൊണ്ടും ഏറ്റവും മികച്ച സേനയാണ് പോലീസിന് ഇന്നുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ആ ഒരു വൺനെസ്സും ഒരു യൂണിറ്റിയും നമുക്കത് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യവശാൽ എനിക്കിതിന്റെ 2ാമത്തെ ജില്ലാ പോലീസ് കായികമേളയിലാണ് ഞാനിവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ജില്ലയിൽ നന്നായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്ന വളരെയധികം, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാനൊരു സീനിയർ ഓഫീസേഴ്സിന്റെ ഒരു കോൺഫറൻസ് കിട്ടുന്നുണ്ടായപ്പോൾ ഞാൻ പറയുമായിരുന്നു. ആലപ്പുഴ പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ജില്ലാ പോലീസ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താഴെത്തട്ട് മുതൽ മികച്ച സേനാംഗങ്ങളാണ് നമുക്കുള്ളത്. സ്റ്റേഷൻ ഓഫീസർ മുതൽ മുതിർന്ന ഓഫീസർ വരെയുള്ളവർ അവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കായികമേളയുടെ തുടക്കമിട്ട് ജില്ലാ പോലീസ് മേധാവി പതാകയും ഉയർത്തി. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ജിൽസൺ മാത്യു, ഡിവൈഎസ്പിമാരായ KN രാജേഷ്, MS സന്തോഷ്, ബിജു V നായർ, MR മധുബാബു, സംഘടനാ നേതാക്കളായ CR ബിജു, ഹാഷിർ, ബിനു, ആന്റണി രതീഷ്, വിവേക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. SIമാരായ KV ജയചന്ദ്രൻ, ബെർലി ജോസഫ്, AK പ്രിയലാൽ, M മനോജ്, C ബിജു എന്നിവർ കായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂടാതെ ചെങ്ങന്നൂർ, കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല എന്നീ പോലീസ് സബ് ഡിവിഷനുകളിൽ നിന്നുമായി 300ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ ഹാർമണി മ്യൂസിക് ക്ലബിന്റെ വാർഷികാഘോഷം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഭാഷയും മനുഷ്യർക്ക് മാത്രം കിട്ടിയിട്ടുള്ള 2 ഉജ്ജ്വലങ്ങളായ 2 സമ്മാനങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന്റെ ആദിമകാലം മുതൽ തന്നെ നമ്മൾ സംഗീതത്തിന്റെ വഴികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. ആദ്യത്തെ മൂളൽ സംഗീതം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഏറെ മനസ്സിലാക്കാൻ കഴിയും. ഞാനതെല്ലാം പറഞ്ഞു പോകാൻ ഒരാളൊന്നുമല്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞെടുത്ത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനതുകൂടി പറഞ്ഞു പോകുന്നു എന്നതേ ഉള്ളൂ. സംഗീതത്തെ സ്നേഹിക്കുന്ന ആലപ്പുഴയിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ ഹാർമണി മ്യൂസിക് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു.
വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപ്ലവ ഗായിക PK മേദിനി, ചലച്ചിത്ര പ്രവർത്തകൻ ജ്യോതിഷ് ശങ്കർ എന്നിവരെ ആദരിച്ചു. ഹാർമണി മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സലീം, ട്രഷറർ KT ഇതിഹാസ്, നസീർ പുന്നയ്ക്കൽ, മാത്തുക്കുട്ടി പൗവത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും വേദിയിൽ അരങ്ങേറി. ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ MLA കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. H. സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് സ്കൂളുകൾക്ക് RO പ്ലാന്റുകൾ സ്ഥാപിച്ചു നൽകിയത്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലും അതുപോലെ ആശുപത്രികളിലും നല്ല കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് MLA MLA കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതി രൂപം കൊടുത്തത്. അതിൽ ആദ്യഘട്ടമായി ആലപ്പുഴ നഗരത്തിലെ സ്കൂളുകളിൽ അത് സ്ഥാപിക്കുകയാണ്. ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ആദ്യം കടപ്പുറത്തെ WRC ആശുപത്രിയിൽ ഇത് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിലെ പ്രത്യേക വിഭാഗം, ഗൈനക്കോളജി വിഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്ന പ്രധാന പോയിന്റുകളിലാണ് ഈ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ നഗരസഭയിലെ രജനത്ത് സ്കൂള് നേരത്തെ തന്നെ ഇങ്ങനൊരു ആവശ്യം അവർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രജനത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലും ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ MLA കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് വഴി ശുദ്ധമായ കുടിവെള്ളം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ലജനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, ലജനത്ത് LP സ്കൂൾ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഹയർ സെക്കൻഡറി സ്കൂളിൽ 98,316 രൂപ വീതം ചെലവഴിച്ച 2 യൂണിറ്റും, LP സ്കൂളിൽ 98,316 രൂപ ചെലവിൽ 1 യൂണിറ്റും ഉൾപ്പെടെ 2.95 ലക്ഷം രൂപ ചെലവിൽ 3 യൂണിറ്റാണ് ആരംഭിച്ചത്. H. സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഇതിനായി പണം വകയിരുത്തിയത്. പഴവീട് ഹയർ സെക്കൻഡറി, സെന്റ് ആന്റണീസ് HS, ഗേൾസ് HS, സെന്റ് മേരീസ് വട്ടയാൽ, ബീച്ച് LPS നീർക്കുന്നം, ബീച്ച് LPS പുന്നപ്ര എന്നീ സ്കൂളുകൾക്കും, വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ജനറൽ ആശുപത്രി, കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവിടങ്ങളിലും പദ്ധതി പുരോഗമിക്കുകയാണ്. ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പൂർത്തിയാക്കിയ RO പ്ലാന്റ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ലജനത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ H. സലാം MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AM നസീർ, ജനറൽ സെക്രട്ടറി ഫൈസൽ ഷംസുദ്ദീൻ, PTA പ്രസിഡന്റ് PR ഷിഹാബുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ബിജു, സ്കൂൾ പ്രിൻസിപ്പൽ TA അഷറഫ് കുന്നാശാൻ, പ്രധാന അധ്യാപിക E. സീന, AK ഷൂബി എന്നിവർ സംബന്ധിച്ചു. LDF ആലപ്പുഴ നഗരസഭ വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥയ്ക്ക് ഇരവുകാട് സ്വീകരണം നൽകി. LDF ആലപ്പുഴ നഗരസഭ വികസന സന്ദേശ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF നേതൃത്വത്തിലുള്ള ആലപ്പുഴ നഗരസഭാ ഭരണത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കനുസൃതമായി ആലപ്പുഴ നഗരത്തെ വികസിപ്പിക്കുവാനും ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരേണ്ടതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിശദീകരിക്കാനുമായിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മയാണ് ജാഥ ക്യാപ്റ്റൻ. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ജാഥ വൈസ് ക്യാപ്റ്റനായും DC അംഗം BB അശോകൻ ജാഥ മാനേജറായുള്ള കാൽനട ജാഥ ഈ മാസം 13-നാണ് അവസാനിക്കുന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിലെ തച്ചുംതറ ആലുംപറമ്പ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. H. സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് റോഡാണ്, 14 റോഡ് നഗരസഭാ റോഡാണ്. ഇത് പഞ്ചായത്തിന്റെ കൈവശമുള്ള റോഡ് പഞ്ചായത്ത് പണിയുകയും നഗരസഭയുടെ കൈവശമുള്ള റോഡ് നഗരസഭ പണിയുകയും ചെയ്യുകയാണ്. ഭരണപരമായ അവരുടെ റോഡുകളാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിലെ തച്ചുംതറ കുന്നുംതറ ആലുംപറമ്പ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. പൊതുമരാമത്ത് വകുപ്പ് 1.57 കോടി രൂപയിൽ BMBC നിലവാരത്തിലാണ് റോഡ് പൂർത്തിയാക്കിയത്. വാർഡിന്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ളവർക്കും പാടശേഖരങ്ങളിൽ കൃഷിക്കും കർഷകർക്കും ഏറെ സഹായകമാകുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പാണ് BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയത്. H. സലാം MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ കൃഷ്ണൻ, കവിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ R. അശോക് കുമാർ, ജയകുമാർ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 1.5 കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡൽഹി മെട്രോ സ്റ്റേഷന് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലടക്കം സുരക്ഷാ പരിശോധന ശക്തമാക്കി. റെയിൽവേ പോലീസ്, RPF, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിലെന്ന് വിജ്ഞാപനം വന്നതോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ സമയക്രമത്തിന് മാറ്റം വരുമെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലാ പോലീസ് കായികമേള പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ കായികമേളയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.